രാജുവേട്ടൻ ഇങ്ങനെ ഒരു സിനിമയിലേക്ക് വിളിക്കുമ്പോൾ ഇതൊരു ഐക്കോണിക് സിനിമയാണെന്നോ ഇത്രയും വലിയ പ്രഗത്ഭരായിട്ടുള്ള കലാകാരന്മാരുടെ കൂടെ ഞാനൊരു തുടക്കക്കാരി ആവുമെന്നോ അല്ലെങ്കിൽ ഒരുപാട് ഈവൻ ക്രൂ നമ്മൾ നോക്കിയാലും സന്തോഷിവൻ പിന്നെ നമ്മുടെ ശരത്തേട്ടൻ എല്ലാം വലിയ 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 ആൾക്കാരാ, സാബു സിറിൽ എല്ലാം വലിയ ആൾക്കാർ. അപ്പൊ അന്നൊന്നും നമുക്ക് ഇതിന്റെ വാല്യൂ ആക്ച്വലി അറിയില്ല. അന്ന് ഒരു സിനിമയില് അഭിനയിക്കാൻ പോകുന്നു, അത് ഏറ്റവും നല്ല സിനിമയായിരിക്കണം, എന്റെ പെർഫോമൻസ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം എന്നിൽ കവിഞ്ഞ് എനിക്ക് വേറെ ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ രാജീവേട്ടന് ഞാൻ എപ്പോഴും പറയും എല്ലാ ക്രെഡിറ്റും ഞാൻ രാജീവേട്ടനും ചേട്ടച്ചനും കൊടുക്കും. അതിന്റെ കാര്യം എന്താന്ന് പറഞ്ഞാൽ നമ്മളെ കംഫർട്ടബിൾ ആക്കി വെക്കേണ്ടത് ആ സിനിമയുടെ ആവശ്യമാണ്. വളരെ ശരി. അല്ലെങ്കിൽ നമ്മള് എന്റെ മുമ്പിൽ മോഹൻലാൽ എന്നുള്ള വ്യക്തിയാണ് നിക്കണമെങ്കിൽ ഞാൻ തകർന്നു പോകും. പക്ഷെ ഫസ്റ്റ് സീൻ മുതൽ ഇൻഫാക്ട് അതിന് മുമ്പെയാണ് കമലദളം എന്നുള്ളൊരു ഒരു സിനിമയ്ക്ക് വിളിക്കുകയും പിന്നെ ചെയ്യാൻ പറ്റാതെ ഒക്കെ ചെയ്തത്. അപ്പം എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഇനി അത് ചെയ്യാത്തതിന്റെ വിഷമം ചേട്ടൻ കാണിക്കുമോ എന്നൊക്കെ. പക്ഷെ ഒന്നുമില്ല. പക്ഷെ അതൊരു അവരുടെ ഒരു എല്ലാ കോ ആക്ടേഴ്സ് ഇപ്പൊ എല്ലാവരുടെയും ഇപ്പൊ ലളിത ചേച്ചിയുടെ കൂടെ ലളിത ചേച്ചി എന്നൊക്കെ പറയാൻ നമുക്കറിയാം, അയ്യോ അതെ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് കൊണ്ട് ആ സീനിനെ മാജിക് ആയിട്ട് മാറ്റുന്ന ആളാണ്. പക്ഷെ അവരുടെയൊക്കെ കൂടെ നിന്നപ്പോ അവരെന്നെ അവരിലേക്ക് ഉയർത്താൻ ശ്രമിച്ചു. അത് എന്നെ ഒരുപാട് കംഫർട്ടബിൾ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ സിനിമ ഇന്നും ഞാൻ വിശ്വസിക്കുന്നു എന്റെ പെർഫോമൻസിൽ ആരെങ്കിലും നന്നായി എന്ന് പറയുന്നതിന്റെ ഫുൾ ക്രെഡിറ്റ് രാജീവേട്ടനും എന്റെ കൂടെ. ലാലേട്ടനെ ഇപ്പോഴും ചേട്ടച്ചാന്നാണോ വിളിക്കുന്നത്? എപ്പോഴും ചേട്ടച്ചാന്നാണ്. ആണോ? എനിക്ക് തോന്നുന്നു ലാലേട്ടനെ നമ്മളെല്ലാ മലയാളികളും ലാലേട്ടാന്നാ വിളിക്കുന്നത്. ആകെ ഓരോ വ്യക്തിയായിരിക്കും ഞാൻ അന്ന് സിനിമയിൽ അഭിനയിക്കുന്ന സമയത്തും ലാൽ സാറിനോ പിന്നെ ലാലേട്ടാന്നോ ഒന്നും ഞാൻ വിളിച്ചിട്ടില്ല. അന്ന് മുതൽ ഞാൻ ചേട്ടച്ചാന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഇന്നും സംസാരിക്കുമ്പോഴും ഞാൻ ആലോചിക്കും കറക്റ്റ് ചെയ്യണം, സംസാരിക്കുമ്പം കറക്റ്റ് ചെയ്തിട്ട് വേണം സംസാരിക്കാൻ. പക്ഷെ എഗെയിൻ ഫ്ലുവന്റ് ആയിട്ട് വരുന്നത് ചേട്ടച്ചാന്നാണ്.